ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർപ്പൂവിലെ അരുൺ എന്ന് പറയുന്ന പോലീസ് സച്ചിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയാണ്. തന്നെ കരുതിക്കൂട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് സച്ചിക്കെതിരായി എടുക്കുന്ന കേസ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ആ കാർ എടുക്കല്ല സാറേ, അത് ബ്രേക്ക് പോയിരിക്കുകയാണെന്ന് പലവട്ടം സച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാർ എടുക്കാനായിട്ട് വേറൊരു പോലീസിനോട് ആവശ്യപ്പെടുകയും ആ പോലീസ് ഇതുപോലെ തന്നെ ബ്രേക്ക് ഇല്ലാത്ത കാർ ഒരിടത്ത് പോയി ഇടിക്കുകയും അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തിരികെ വന്നിട്ട് ഈ അരുൺ എന്ന് പറയുന്ന പോലീസിനോട് വിവരങ്ങൾ പറയുകയാണ്. അയാൾ പറഞ്ഞത്, ആ കാർ ഡ്രൈവർ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു, ഈ കാറിന്റെ ബ്രേക്ക് പോയായിരുന്നു, എനിക്ക് പരിചയമുള്ളൊരു മെക്കാനിക്കിനെ കൊണ്ട് അതൊക്കെ ഞാൻ ശരിയാക്കിച്ചതാണ് എന്ന് പറയുമ്പോൾ അരുൺ പറയുന്നുണ്ട്, മറ്റാരും ഇതറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം ഇതറിഞ്ഞാൽ മതി, മറ്റാരും ഇതറിയിക്കേണ്ട, എന്തായാലും അവനെ കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ് ഇത് എന്നും പറഞ്ഞ് നമ്മുടെ അരുൺ പോലീസ് ഈ സത്യം മൂടി വെക്കുകയാണ്. എന്നിട്ട് SIനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, അയാള് തന്നെ കൊല്ലാൻ ശ്രമിച്ചു, അവന്റെ ലൈസൻസ് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ വലിയ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ പരിഹാസം, അതായത് രേവതി പൂ കെട്ടാനിരിക്കുകയാണ്, കൂടെ നമ്മുടെ സച്ചിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര കളിയാക്കാണ് വന്നിട്ട്, ഇനി എന്തായാലും ഈ വീട്ടിൽ അടുക്കള പണിയും അലക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാളും കൂടി ആയല്ലോ, എന്തായാലും ഇവന് വേലയും കൂലിയും ഒന്നും ഇല്ലല്ലോ, ഇവന് ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. നമ്മുടെ അവനാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ, സച്ചി മിണ്ടാനാവാതെ തല കുമ്പിട്ട് അങ്ങനെ നാണം കെട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. രവി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൻ ഒരു ദിവസം പോലും പണിക്ക് പോവാതിരിക്കണ ഒരാളൊന്നല്ലല്ലോ സുധിയെ പോലെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ സംസാരിക്കുന്നുണ്ട് സച്ചിക്ക് വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രേവതി സച്ചിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം അവിടെയുള്ള പോലീസുകാർക്ക് അറിയില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ രണ്ട് പോലീസുകാർ തമ്മിൽ സംസാരിക്കുകയാണ്. ഈ അരുൺ പോലീസാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാക്കി എടുക്കുന്നത്. ആ ഡ്രൈവർ പറഞ്ഞ സത്യം തന്നെയായിരുന്നു, അതിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല, വെറുതെ ഈ അരുൺ സാർ ഓരോ പ്രശ്നങ്ങൾ കരുതി കൂട്ടി ഉണ്ടാക്കുന്നതാണ്, അവർക്കിടയിൽ മറ്റെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നത് രേവതി കേൾക്കാനിട വരുന്നുണ്ട്. എന്തായാലും രേവതി പുറത്തു നിൽക്കുന്ന സച്ചിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് ശരി, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയാണല്ലേ ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയാണ്, വിഷമിക്കേണ്ട സച്ചിയേട്ടാ, നമുക്ക് എന്തായാലും SI വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം, അദ്ദേഹം എടുക്കട്ടെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.